ഹലോ, ഹായ്. എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വന്ന ഒരു സാമ്പാറാണ്. സാമ്പാറിൽ കുറേ കഷ്ണമോ കരിയോ കുറേ മസാലയോ കുറേ തേങ്ങ വറുത്തരക്കോ ഒന്നും ചെയ്യാണ്ട് സിമ്പിൾ 2 മിനിറ്റിനൊക്കെ ഉണ്ടാകുന്ന ഒരു സാമ്പാർ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് പുതിർത്ത് വെക്കുക. അതിൻ്റെ കൂടി കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കരുവേപ്പില ചപ്പും ഇടുക. കുക്കറിൽ വെക്കുക. 2-3 സിറ്റി ഇടുമ്പോൾ അത് മാറ്റി വെക്കുക. പിന്നെ അപ്പോഴൊക്കെ നമ്മൾ കുറച്ച് വെണ്ടക്ക മുറിച്ച് ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും. കുറച്ച് വെളിച്ചെണ്ണ തവയമേൽ ഇട്ടിച്ചതിൻ്റെ ശേഷം ഈ വെണ്ടയ്ക്കും ഒരു 2 ഉരുളക്കിഴങ്ങും നീളത്തിൽ മുറിച്ച് അതിൻ്റെ അകത്ത് ഇടുക. അതൊന്ന് വറുത്തെടുക്കുക. ഞാനതിലധികം പച്ചക്കറിയൊന്നും ഇട്ടിട്ടില്ല. എന്നുവെച്ചാൽ ചിലയാൾക്ക് കുറേ കഷ്ണം ഇഷ്ടമാണ്. ചിലയാൾക്ക് ഞാൻ സിമ്പിള് ഒരു 2 തക്കാളിയും ഒരു 3-4 വെണ്ടയ്ക്കും 2 ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് വെറും അങ്ങനെയുള്ള ഒരു സാധാ സാമ്പാറാണിത്. ഇതിന് തേങ്ങ വറുത്തരക്കുന്നൊന്നുമില്ല. ഇതൊന്ന് വാടിയതിൻ്റെ ശേഷം തവയമ്മന്ന് ഇത് നല്ലോണം ഒന്ന് ഇളക്കി തിരിച്ച് മറിച്ച് വിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ സാമ്പാറിൻ്റെ ആവിയെല്ലാം പോയെങ്കിൽ ഒന്നത് ഒരു 3 ആവി പരിപ്പ് പൂർത്ത് വെച്ചുകൊണ്ട് ഒരു 3 ആവി മതി. അതിൻ്റെ എടുത്തതിൻ്റെ ശേഷം തക്കാളി ചില കുട്ടിയൊക്കെ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് പരിപ്പ് തന്നെ ഇട്ട് അത് നല്ലോണം അടിച്ച് തക്കാളീൻ്റെ സത്തും എല്ലാം കൂടി അടിച്ചിട്ട് നല്ല ഇതാക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വറുത്ത് വെച്ച ഈ ഉരുളക്കിഴങ്ങും പിന്നെ വെണ്ടയ്ക്കും അതിൻ്റെ അകത്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ അകത്ത് ലേശം മഞ്ഞളിൻ്റെ പൊടിയും മുളകിൻ്റെ പൊടിയും ഉപ്പും പിന്നെ ഇട്ട് കൊടുക്കുക. ആദ്യം ഞാൻ വേവിക്കുമ്പോൾ അതൊന്നും ഇടുന്നില്ല, ഉപ്പൊന്നും ഇടുന്നില്ല. പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് എല്ലാം ഇട്ട് അതെല്ലാം കൂടിയിട്ട് ഇളക്കി അതിൻ്റെ അകത്ത് ഈ നമ്മൾ വാട്ടി വെച്ച് അതും അങ്ങ് ഇടുക. അതും അങ്ങിട്ടിട്ട് ഒരു സ്പൂണ് കൊത്തമ്പാരിപ്പൊടി, 1 സ്പൂണ് മുളക്, 1 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾ പൊടി ഇതെല്ലാം അങ്ങിട്ടിട്ടൊന്ന് വെണ്ടയ്ക്കെല്ലാം ഇട്ട് ഇളക്കി നല്ല ഫസ്റ്റാക്കിയിട്ട് പിന്നെ ഒരു ചിട്ടി കൊടുത്ത് വെണ്ടയ്ക്കൈ ഉരുളക്കിഴങ്ങ് വേകുന്നവരെ പിന്നെ വാങ്ങി വെക്കുക. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ഒരു ചെറിയ നെല്ലിക്ക വണ്ണത്തിൽ നമ്മൾ പുളിയെടുക്കണം. നെല്ലിക്ക വണ്ണത്തിൽ പുളിയെടുത്തിട്ട് അത് പിഴിഞ്ഞിട്ട് ഒഴിച്ചാലും ശരി, അങ്ങനെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലിട്ടാലും ശരി. അങ്ങനെ അത് അതിലിടുക. പിന്നെ വെണ്ടയ്ക്കും നമ്മൾ ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി ഉപ്പും നോക്കി അങ്ങനെ തന്നെ ഒരു ചിട്ടി കൊടുക്കുക. അതിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ചിട്ട് ഒരു ചിട്ടി കൊടുത്തതിൻ്റെ ശേഷം അത് വാങ്ങി വെക്കുക. ആ വെണ്ടക്കയും അതും വേകാനുള്ള ഒറ്റ ചിട്ടി മതി. അപ്പോൾ അത് മേടിച്ച് വെച്ച് അതിൻ്റെ ശേഷം ഇപ്പുറത്ത് അടുപ്പത്ത് നമ്മൾ സ്റ്റവ് കത്തിച്ച് കടായി വെച്ച് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കടുക് ഇടുക. കടുക് ഒരു 10 മണി ജീരകം, പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് കരുവേപ്പില ചപ്പും 2 ചുവന്ന മുളക് മുറിച്ചിട്ടതും എല്ലാം ഇടുക. അതിൻ്റെ ശേഷം നമ്മളതൊന്ന് പൊട്ടി പൊരിയുന്നെന്ന് കാണുമ്പോൾ 2 സ്പൂൺ കൊത്തമ്പാരിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾ പൊടിയും എല്ലാം അതിലിടുക. അതിൻ്റെ ശേഷം കുറച്ച് കായപ്പൊടി ഇടുക. പിന്നെ ഒരു 10 മണി ഉലുവ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഇട്ട് നല്ലോണം ഇളക്കി ഇതായി വരുമ്പോൾ കുറച്ച് കൊത്തമ്പാരി ചപ്പ്, പിന്നെ കുറച്ച് കൊത്തമ്പാരി ചപ്പ്, പിന്നെ നമ്മളെ കറിവേപ്പിലയില്ലേ അത് എല്ലാം ഇടുക. എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കി പിടിച്ച് മുളക് മുറിച്ചിട്ട് പിന്നെ കായപ്പൊടി മെയിന്, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ലേശം അത് എല്ലാം ഇട്ടിട്ടൊന്ന് നല്ലോണം ഇളക്കി അത് പൊരിഞ്ഞ് വരുമ്പോൾ നമ്മളെ പരിപ്പ് എല്ലാം ചെട്ടി തുറന്ന് അതിൻ്റെ അകത്ത് വറൽ കഴിക്കുക. അതിൻ്റെ അകത്ത് വറൽ കഴിച്ചതിന് ശേഷം നല്ലോണം ഇളക്കി ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് മൂടുകയൊന്നും വേണ്ട, ചെട്ടിയൊന്നും ഇടണ്ട, ഒന്ന് വെറുതെ ഒന്ന് തിളപ്പിച്ച് കളയുക. അങ്ങനെ ഞാനതിൽ തേങ്ങ വറുത്തരക്കുകയോ സാമ്പാർ പൊടി ഇടുകയോ ഒന്നും ചെയ്യാണ്ട് വെറും 2 സ്പൂണ് കൊത്തമ്പാരിപ്പൊടി, 1 സ്പൂണ് മുളക്, 1/4 സ്പൂണ് മഞ്ഞൾ ഇതെല്ലാം ഇട്ടിട്ടൊന്ന് പതപ്പിച്ചിട്ടെടുക്കുന്ന, വേറെ ഒന്നുമില്ല, വെറും വറൽ കഷ്ണം വന്നതിൽ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ വെച്ചിട്ട് എനിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അറിയുന്ന ആളെല്ലാം കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിന്. ഇതാണ് സാമ്പാർ. ഇനി ഞാൻ വേറെ ഏതെങ്കിലും ഒരു സാധനമായി വരാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല. ബായ്.